യേശുക്രിസ്തുവിന് കുറച്ച് വിശ്രമം കൊടുക്കൂ എന്ന് പൃഥ്വിരാജ് താങ്കളോട് പറയുന്നത് കേട്ടു. ഈ സിനിമയുടെ വിജയം പൂർണ്ണമായും താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് അവകാശപ്പെട്ടതാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥനയില്ലാതെ ഒരു നിമിഷങ്ങൾ എനിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം എനിക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ കർമ്മങ്ങൾ ആണ് എനിക്ക് ഈ ഫലം ഉണ്ടാക്കുന്നതെന്നുള്ള എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ള ഈ പ്രതിസന്ധികളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തളരാതെ നിൽക്കുവാനായിട്ട് ഞാൻ ബിബ്ലിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇയ്യോബിനെ ഞാൻ എൻ്റെ ഹീറോ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് പെസഹയുടെ നാളിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ പള്ളിയിലെ അച്ഛൻ എനിക്ക് അയച്ച് ഈ ശരീരവും രക്തവും ക്രിസ്തു ശിഷ്യർക്ക് ദാനം ചെയ്ത ദിവസമാണ് എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ട് ഒരു സമർപ്പണമാണ്. അത് എൻ്റെ മാത്രമല്ല, പൃഥ്വിരാജിൻ്റെയും ഇതിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ക്യാമറാമാൻ തൊട്ട് ഏറ്റവും ചെറിയ ആൾക്കാർ പോലും ഒരേപോലെയാണ് സഹിച്ചിട്ടുള്ളത്. കാരണം ആർക്കും പ്രത്യേകമായിട്ടുള്ള ആഹാരങ്ങളല്ല, ആർക്കും പ്രത്യേകിച്ച് വണ്ടികളോ അല്ലെങ്കിൽ റൂംസോ, എല്ലാവരും ഏകദേശം തുല്യരായിട്ട് നിന്ന് കരുതുകയും ജോലി ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയതെല്ലാം എടുത്തു തരുന്ന ഒരാൾ എന്നുള്ള രീതിയിലല്ല നമുക്ക് ഈശ്വരനെ കാണേണ്ടത്. ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ മനുഷ്യർ കടന്നു പോവുകയും അവിടെയൊക്കെ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ബലം, ഹോപ്പ്, പ്രതീക്ഷ എന്നുള്ളത് എനിക്കൊന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ഘട്ടങ്ങൾ വരുമ്പോൾ വളരെ ഡിപ്രസ്ഡ് ആകുകയും ഈ നിമിഷങ്ങൾ മാത്രമാണ് നമുക്കുള്ളതെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള ആത്മഹത്യകളുണ്ടാകുന്നത്, നിരാശകളുണ്ടാകുന്നത്. അപ്പം അടുത്ത ദിവസങ്ങൾ ഇതിലും മെച്ചമായിരിക്കും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ നൽകുന്നത് ഈശ്വരൻ തന്നെയാണ്.